സൂചിപ്പിക്കുന്നത്. ശരി, മാഷും കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സൂറത്ത് തൗബയിലെ 105-ാമത്തെ ആയത്തിൽ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും, അതുണ്ട് എന്ന് ബോധ്യപ്പെട്ടോ? ഇല്ലെങ്കിൽ എന്റെ ഫോൺ ഇല്ല, നിങ്ങൾ പറഞ്ഞതില്ല. നിങ്ങൾ എന്തിനാണോ അത് പറഞ്ഞത് അതിലില്ല. ഞാൻ വായിച്ചരാം. അത് വറദ, അത് മേൽന്ന് വായിക്കാം, മൂന്നിന് വായിക്കാം. കാല മുജാഹിദ്, ഈ മുജാഹിദ് അല്ലട്ടെ, ഇമാം മുജാഹിദ് പറഞ്ഞു. താബിഇയായ പ്രഗത്ഭനായ പണ്ഡിതനാണ് മുജാഹിദ്. ഹാദാ വഈദ്, ഇതൊരു താക്കീതാണ്. യഅനി മിനല്ലാഹി തആല ലിൽ മുഖാലിഫിന അവാമിറഹു, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകളെ താക്കീത് ചെയ്യുകയാണ്. ബി അന്ന അഅ്മാലഹും സതുഅറദു അലൈഹി തബാറക വ തആല, അവിടെ അമലുകൾ അല്ലാഹുവിന്റെ മേൽ പ്രദർശിപ്പിക്കുക, അല്ലാഹ് കാണും എന്ന വാഗ്ദാനമാണ്, താക്കീതാണ്. വഅലർ റസൂലി, റസൂലിന്റെ മേലും പ്രദർശിപ്പിക്കപ്പെടും. വഅലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും പ്രദർശിപ്പിക്കപ്പെടും. വഹാദാ കായിനുൻ, ഇത് ഉണ്ടാകും. ലാ മഹാല, സംശയമേ ഇല്ല. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. സംശയമേ വേണ്ട, ഇത് അന്ത്യനാളിൽ ഉണ്ടാകും. അതാണ് ഒരു വ്യാഖ്യാനം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2-3 വ്യാഖ്യാനം ഉണ്ട്, അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം അതാണ്. എന്നിട്ട് അല്ലാഹ് അതിന് തെളിവായി യൗമഇദിൻ തുറദുന ലാ തഖ്ഫാ മിൻകും ഖാഫിയ എന്ന ആയത്തും, യൗമ തുബ്ല സറായിർ എന്ന ആയത്തും, വഹുസ്സില മാ ഫി സുദൂർ എന്ന ആയത്തും ഒക്കെ പറയുന്നു. ഇനി രണ്ടാമത്, വഖദ് യദ്ഹറു ദാലിക, ഇനി ചിലപ്പോൾ അത് പ്രകടമാകും. ലിന്നാസ്, ജനങ്ങൾക്ക്, ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ പ്രകടമാകും. മരിച്ചിനേശല്ല, ദുനിയാവിൽ വെച്ച് തന്നെ അത് ആർക്ക്? ലിന്നാസ്, ഔലിയാക്കന്മാർക്കല്ല, ലിന്നാസ്, ജനങ്ങൾക്ക് അത് പ്രകടമാകും. അത് തെളിവ് കൊടുത്തു ഒരു ഹദീസ്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്. ഇബ്നു ലുഹൈ വഴി കിട്ടിയതാണ്, ഒരു സ്വഹീഹ് അല്ലത് ആവട്ടെ, എന്നാലും കൊടുത്തു. ലൗ അന്ന അഹദക്കും യഅമലു ഫീ സുഖ്ബത്തിൻ സുമ്മ ലൈസ ലഹാ ബാബുൻ വലാ കുവ്വ ലഅഖ്റജല്ലാഹു അമലഹു ലിന്നാസ് കായിനം മാ കാൻ. ഏത് സ്വകാര്യത്തിൽ ഒരു പാറക്കുള്ളിൽ പോയി ഒരാൾ എന്തു ചെയ്താലും ശരി, ആ പാറയ്ക്ക് കവാടമോ ദോരമോ ഒന്നുമില്ല, എന്നാൽ പോലും അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെളിവാകാതിരിക്കില്ല. അപ്പൊ എത്ര സ്വകാര്യമായി തോന്നിയാസം ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പറയുന്ന കാലം നീളത്തിൽ തോറും സത്യാവസ്ഥ പുറത്തു വരുന്നതാണ്. അതാണ് ഒന്നുകിൽ. അപ്പൊ ഒന്ന് പരലോകത്തിന് ബോധ്യപ്പെടും, 2 ദുന്യാവിന് തന്നെ ചിലപ്പം ചെയ്യും അള്ളാഹു അത് ഇവിടെ വെളിവാക്കുകയും അവനവിടെ വശലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് രണ്ടാമത് ഒരു വ്യാഖ്യാനം നൽകപ്പെട്ടത്. അതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ. അപ്പൊ ഒന്ന് പരലോകത്തുനിന്ന്, രണ്ടാമത് ദുന്യാവിൽ നിന്ന് തന്നെ ചിലപ്പോൾ വരാം. ഇനിയാണ് നിങ്ങൾ പറഞ്ഞ ഭാഗം വരുന്നത്. വഖദ് വറദ അന്ന അഅ്മാലുൽ അഹ്യാഇ തുറദു അലൽ അംവാതി മിൻ അഖ്രിബാഇ വൽ അശായിർ, ജീവിച്ചിരിക്കുന്ന ആളുടെ കർമ്മങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് കാണിക്കപ്പെടും എന്നുണ്ട്, ഔലിയാക്കന്മാർക്കല്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹല്ലോ, ഇനി കുറച്ച് സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരുടെ ബന്ധുക്കൾക്ക് കാണിക്കപ്പെടും. അല്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ, ഈമാനിൽ കമാലിയത്ത് പ്രാപിച്ചവർ ഇല്ല, അമ്പിയൗലിയാക്കന്മാർ കാണുന്നല്ല. എന്നിട്ട് അവർ നല്ലത് കണ്ടാൽ അവർ അല്ലാഹുവിനെ സ്തുതിക്കും, അല്ലാത്തത് കണ്ടാൽ അവർ പൊറുക്കലെ തേടും എന്ന് വന്നിട്ടുണ്ട് എന്നാണ് മറ്റൊന്ന് പറഞ്ഞത്. അതിന് 1-2 റിപ്പോർട്ടുകൾ നൽകുന്നു, വായിക്കൂ. ഇതിന് ശേഷം അതാ റിപ്പോർട്ട് കൊടുത്തു, ഇമാം അഹ്മദ് ഉദ്ധരിച്ചതും അതേപോലെ അബൂ ദാവൂദ് ഉദ്ധരിച്ചതുമായ റിപ്പോർട്ട് കൊടുത്തു. അവരെ പ്രദർശിപ്പിക്കപ്പെടും. അതാർക്ക്? അഖ്രിബാഹിം വഅശായിരിഹിം, അവരുടെ ബന്ധുക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കും. എന്നിട്ടോ ബാക്കി കൂടി ഉണ്ടല്ലോ, എന്താ, അവർ നല്ലത് കണ്ടാൽ അല്ലാഹുവിനെ സ്തുതിക്കും, അല്ലാത്ത കണ്ടാൽ അവർ പൊറുക്കലെ തേടും, നേരത്തെ പറഞ്ഞല്ലോ. എന്നിട്ട് ഇനി സമാനമായ ഹദീസിൽ വേറെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദിനെ മറ്റൊരു റിവായത്ത് കൊടുക്കുന്നു. എന്താ പറഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അലൈക്കും അൻ തഅജബു ബി അഹദിൻ ഹത്താ തൻദുറു ബിമാ യഖ്തിമുലഹു. അതാണ് 4-മതൊരു വ്യാഖ്യാനമുള്ളത്. ഒരാൾ നല്ല അമൽ ചെയ്യുന്നു. അല്ല, അതിന്റെ മുമ്പത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഫുള്ളൊന്ന് വായിച്ചർത്ഥം പറയും. ഇല്ല, ഇന്ന അമ്മാലക്കും തുറന്ന് അന്ന് വായിക്കൂ. നിങ്ങൾ കുടുംബങ്ങൾക്ക് പ്രദർശിപ്പിക്കപ്പെടും, നല്ലത് കണ്ടാൽ സന്തോഷിക്കും. നേരത്തെ വായിച്ച് പറഞ്ഞതുപോലെ ഒന്ന് വായിച്ച അർത്ഥം വെക്കും. നല്ലത് കണ്ടാൽ സന്തോഷിക്കും പറഞ്ഞത്. അല്ലാത്ത കണ്ടാലോ കാലു തുമിത്തുഹും, റബ്ബേ നീ അവരെ മരിപ്പിക്കല്ല, പോലെ അവരെ വിലായത്തിലാക്കുന്നത് വരെ നീ മരിപ്പിക്കല്ല. മരിച്ചോര് അറിയും എന്നിട്ട് നാട്ടുകാർ